എല്ലാവർക്കും ഇടി മലയാളത്തിലേക്ക് സ്വാഗതം. നിങ്ങൾ ഓരോ മാസവും കൃത്യമായി മ്യൂച്വൽ ഫണ്ടിൽ പണം ഇടുന്ന ഒരാളാണോ? എങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ പുതിയൊരു വഴി തുറക്കുകയാണ്. എഡൽവീസ് മ്യൂച്വൽ ഫണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ ഹൈബ്രിഡ് പാസീവ് ഇൻഡെക്സ് ഫണ്ട് പുറത്തിറക്കി. എന്താണ് ഇതിന്റെ പ്രത്യേകതയെന്ന് ഇനി പറയാം. ഓഹരി വിപണിയും സർക്കാർ ബോണ്ടുകളും ഇതിൽ ഒരേപോലെ കൈകോർക്കുന്നു. 70% ഓഹരികളിലും ബാക്കി 30% സർക്കാർ കടപ്പത്രങ്ങളിലുമായിരിക്കും. കേൾക്കുമ്പോൾ ഇത് വളരെ ലളിതമായി തോന്നാം, പക്ഷേ സംശയം ബാക്കിയുണ്ടാകും. ഇത് നിങ്ങളുടെ സമ്പാദ്യം വളർത്തുമോ എന്ന്, അതോ വെറുമൊരു പരസ്യം മാത്രമാണോ? നമുക്ക് ഒന്ന് പരിശോധിക്കാം. ഇന്ന് മാർച്ച് 18, 2026. ഇന്നാണ് ഈ ഫണ്ടിന്റെ NFO ആരംഭിക്കുന്നത്, അതായത് പുതിയ ഫണ്ട് ഓഫർ. ഏപ്രിൽ 1 വരെ നിങ്ങൾക്ക് ഇതിൽ ചേരാം. നിങ്ങൾ ഈ ഫണ്ടിൽ പണമിട്ടാൽ അത് 2 സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത്. ഒന്ന് നിഫ്റ്റി ലാർജ് മിഡ് ക്യാപ് 250 ഇൻഡെക്സ്. ഇന്ത്യയിലെ മുൻനിരയിലുള്ള 250 കമ്പനികൾ ഇതിലുണ്ട്. രണ്ടാമത്തേത് സർക്കാർ ബോണ്ടുകളാണ്. 8 മുതൽ 13 വർഷം വരെ കാലാവധിയുള്ള ബോണ്ടുകൾ. കേന്ദ്ര സർക്കാർ നൽകുന്ന ഉറപ്പുള്ള നിക്ഷേപമാണിത്. ഇതൊരു പാസീവ് ഫണ്ടാണ്. ഫണ്ട് മാനേജർ സ്വന്തം ഇഷ്ടപ്രകാരം ഓഹരികൾ തിരഞ്ഞെടുക്കില്ല, പകരം സൂചികയെ അതേപടി പിന്തുടരും. ഓരോ മാസവും ഈ ഫണ്ട് സ്വയം പുനഃക്രമീകരിക്കും, അതായത് റീബാലൻസിംഗ് നടക്കും. ഓഹരി വിപണി വല്ലാതെ ഉയർന്നാൽ ലാഭമെടുത്ത് ബോണ്ടുകളിലേക്ക് മാറ്റും. വിപണി താഴേക്ക് പോയാൽ ബോണ്ടുകളിൽ നിന്ന് പണമെടുത്ത് കൂടുതൽ ഓഹരികൾ വാങ്ങും. അതായത് നമ്മുടെ പേടിയും അത്യാഗ്രഹവും ഇവിടെ ഒഴിവാക്കാം. സിസ്റ്റം തന്നെ കാര്യങ്ങൾ തീരുമാനിക്കും. ഇതൊരു വലിയ സൗകര്യം കൂടിയാണ്. എന്തുകൊണ്ട് ഈ ഫണ്ട് ശ്രദ്ധിക്കപ്പെടുന്നു എന്നാണ് ഇനി പറയുന്നത്. സാധാരണക്കാർക്ക് ഒരേ സമയം റിസ്ക്കും സുരക്ഷിതത്വവും ബാലൻസ് ചെയ്യാൻ ഇത് സഹായിക്കും. ശമ്പളക്കാർക്കും ആദ്യമായി വിപണിയിലേക്ക് വരുന്നവർക്കും ഇതൊരു നല്ല തുടക്കമാകും. കാരണം നിങ്ങൾ ഓരോ ഫണ്ടും പ്രത്യേകം തിരഞ്ഞെടുക്കേണ്ടതില്ല. 70-30 എന്ന അനുപാതം കൃത്യമായി പാലിക്കപ്പെടും. ചെലവ് കുറവായിരിക്കും എന്നതാണ് മറ്റൊരു നേട്ടം. ആക്റ്റീവ് ഫണ്ടുകളെ അപേക്ഷിച്ച് ഇതിന്റെ മാനേജ്മെന്റ് ചാർജ് വളരെ കുറവാണ്. ദീർഘകാലത്തേക്ക് നോക്കുമ്പോൾ ഈ ചെറിയ ലാഭം വലിയൊരു തുകയായി മാറും. ഇനി ഇതിന്റെ മറുവശം നോക്കാം. റിസ്ക് എവിടെയാണ് എന്നതാണ് മറുവശം. 70% ഓഹരികളിലായതുകൊണ്ട് തന്നെ വിപണി ഇടിഞ്ഞാൽ നിങ്ങളുടെ പണവും കുറയും. സെബി ഇതിനെ വെരി ഹൈ റിസ്ക് വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സർക്കാർ ബോണ്ടുകൾ ഉണ്ടല്ലോ എന്ന് കരുതി കണ്ണടച്ച് പണമിടരുത്. പലിശ നിരക്കുകളിൽ മാറ്റം വരുമ്പോൾ ബോണ്ടുകളുടെ വിലയിലും മാറ്റം വരാം. ഓർക്കുക, ഇതൊരു സ്ഥിര നിക്ഷേപമല്ല. ആർക്കൊക്കെ ഈ ഫണ്ട് അനുയോജ്യമാണ് എന്ന് നോക്കണം. 5 മുതൽ 7 വർഷം വരെ കാത്തിരിക്കാൻ തയ്യാറുള്ളവർക്ക് ഇത് നോക്കാവുന്നതാണ്. റിസ്ക് എടുക്കാൻ മടിയുള്ളവർ ഇതിൽ നിന്ന് വിട്ടുനിൽക്കുന്നതാണ് നല്ലത്. നിങ്ങൾ സ്വന്തമായി പോർട്ട്ഫോളിയോ മാനേജ് ചെയ്യാൻ മടിയുള്ള ആളാണോ? എങ്കിൽ ഈ ഒരു ഫണ്ട് കൊണ്ട് നിങ്ങൾക്ക് 2 വിഭാഗങ്ങളും നിക്ഷേപം ഉറപ്പാക്കാം. ഇതൊരു എളുപ്പ വഴിയുമാണ്. എപ്പോഴും പറയാറുള്ളത് പോലെ നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് ആദ്യം തീരുമാനിക്കണം. റിട്ടയർമെന്റ് പ്ലാനിങ്ങിനോ മക്കളുടെ പഠനത്തിനോ വേണ്ടി പണം മാറ്റിവെക്കുന്നവർക്ക് ഇത് ഉപകരിച്ചേക്കാം. എഡൽവീസ് CEO രാധിക ഗുപ്ത പറയുന്നത് ഇതൊരു ലളിതമായ പരിഹാരമാണെന്നാണ്. പക്ഷേ വിപണിയിലെ ലാഭം ഇപ്പോഴും നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുമായി സംസാരിച്ച ശേഷം മാത്രം തീരുമാനമെടുക്കുക. ഒരു പുതിയ ട്രെൻഡ് വരുന്നത് നല്ലതാണ്, പക്ഷേ ഇത് നമുക്ക് ചേരുമോ എന്ന് കൂടി നോക്കണം. ഓഹരി വിപണിയിലെ നിക്ഷേപങ്ങൾ വിപണിയിലെ ലാഭനഷ്ടങ്ങൾക്ക് വിധേയമാണ്. നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്കീം സംബന്ധിച്ച രേഖകൾ കൃത്യമായി വായിച്ച് മനസ്സിലാക്കുക. ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ്. ഞങ്ങൾ ആർക്കും ഓഹരികൾ വാങ്ങാനോ വിൽക്കാനോ നിർദ്ദേശം നൽകുന്നില്ല. നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ഒരു സെബി രജിസ്റ്റേർഡ് ഫിനാൻഷ്യൽ അഡ്വൈസറുടെ സഹായം തേടുക. നന്ദി.